ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ രാവിലെ തന്നെ എൻ്റെ ഒരു കസ്റ്റമറിനെ വെയിറ്റാക്കി നിൽക്കുക. അവരൊരു ഓർഡർ തന്നു. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ട് അവർ ഡയറക്റ്റ് വരുമെന്ന് പറഞ്ഞു. അങ്ങനെ അത് വെയിറ്റ് ചെയ്ത് നിൽക്കുക ഞാൻ. അതൊക്കെ കഴിഞ്ഞ് ഞാനൊരു സൺസ്ക്രീം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് വന്നതാ. ഞാൻ ഡീകൺസ്ട്രക്റ്റിൻ്റെയാണ് നോക്കിയത്. അത് അത്യാവശ്യം റിവ്യൂസൊക്കെ നോക്കി വാങ്ങിയതാ. ഇത് ഓയിലി സ്കിന്നിന് വേണ്ടിയിട്ടുള്ളതാ. പിന്നെ ഒട്ടും വൈറ്റ് കാസ്റ്റും ഇല്ലായിരുന്നു. ഞാൻ ട്രൈ ആക്കി നോക്കിയായിരുന്നു. പിന്നെ ഇത് ഒരു ലിപ് ബാമാണ്. അതും SPF 30+ൻ്റെയാണ്. അതും സെയിം ബ്രാൻഡ് തന്നെയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് പ്രിൻ്റ് എടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ എടുത്തിട്ട് നേരെ കോളേജിലേക്കാണ് പോയത്. അതവിടെ സബ്മിറ്റ് ചെയ്യാനും മിസ്സിനെ കാണാനും അങ്ങനെ കുറച്ച് ആവശ്യത്തിന് വേണ്ടിയിട്ട് പോയതാണ്. അവിടുത്തെ എല്ലാം കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് വന്നു. ഇതൊരു പിസ്സയാക്കാൻ നോക്കുവാണേ. ഇത് ഫസ്റ്റ് ട്രൈ ചെയ്യാൻ നമുക്ക് ശരിയാവാൻ നോക്കാം. ഞാൻ ചിക്കൻ ടിക്കയാണ് ആഡ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പം അത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു അരമണിക്കൂറോളം വെച്ചിട്ടുണ്ട്. ഇത് പിന്നെ അതിലേക്ക് വെള്ള സോസ് ആക്കണമല്ലോ. അങ്ങനെ അത് ചെയ്യുവാണ്. ഒരു 2 ഹവേഴ്സിന് ശേഷം മാവ് നോക്കിയപ്പം അത് ഡബിളായിട്ടുണ്ടായിരുന്നു. ഈ ഒരു പ്രോസസ്സ് ഭയങ്കര സാറ്റിസ്ഫൈങ് ആയിരുന്നു. കറക്റ്റ് മാവ് നല്ല സെറ്റായിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ശരിക്കും ഇതിൻ്റെ ആ സോസ് ഭയങ്കര ടേസ്റ്റായിരുന്നു. ഞാനൊരു യൂട്യൂബ് ചാനൽ നോക്കിയിട്ട് ആക്കി നോക്കിയതാണ്. അത് ഒരു ഫാത്തിമ കറി വേൾഡ് അങ്ങനെയാണ് അതിൻ്റെ പേര്. അപ്പം റെസിപ്പി വേണ്ടവരൊന്ന് അതിനകത്തേക്ക് നോക്കിയാൽ മതി കേട്ടോ. പെർഫെക്റ്റ് ആയിരുന്നു. കറക്റ്റ് അവർ പറയുന്ന പോലെ തന്നെ ചെയ്തപ്പം അടിപൊളിയായിട്ടാണ് കിട്ടിയത്. കുറച്ച് ചിക്കൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് കറക്റ്റ് ഷേപ്പിലൊന്നും അല്ല അത് കിട്ടിയത്. പക്ഷേ നമ്മൾ വെച്ച് വരുമ്പോൾ എല്ലാം സെയിം ടേസ്റ്റ് തന്നെയല്ലോ. പിന്നെ അന്നത്തെ ഡേ പോയത് ലൈറ്റ് ഹൗസിലേക്കാണ്. പോയിട്ടുണ്ട്, എന്നാലും ഇടയ്ക്കൊന്ന് പോകുമ്പോൾ രസമല്ലേ കാണാനും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.